CPM സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം, ഉപതെരഞ്ഞെടുപ്പുകൾ, മന്ത്രി പുനഃസംഘടന ഉൾപ്പെടെയുള്ളവയും 5 ദിവസം നീളുന്ന യോഗങ്ങളിൽ ചർച്ചയാകും. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, തുടർന്ന് 3 ദിവസം സംസ്ഥാന സമിതി യോഗം ഉൾപ്പെടെ 5 ദിവസം നീളുന്നതാണ് നേതൃയോഗങ്ങൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് മുഖ്യ ചർച്ച. പരാജയ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും വിലയിരുത്തൽ. മണ്ഡലം തലത്തിൽ വിഭാഗീയത ഉണ്ടായോ എന്ന കാര്യത്തിലും പാർട്ടി പരിശോധിക്കും. വോട്ട് കുറയാൻ വിഭാഗീയത കാരണമായെങ്കിൽ നടപടിക്കും സാധ്യതയുണ്ട്. BJPക്കുണ്ടായ നേട്ടം ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നുപോയതായി ചില നേതാക്കൾ പറയുന്നുണ്ട്. ഇത് പാർട്ടിക്ക് തിരിച്ചടിയായി. സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. തുടർന്ന് പാർലമെന്റ് തലത്തിലുള്ള വിലയിരുത്തലുകളുണ്ടാവും. K. രാധാകൃഷ്ണന് പകരക്കാരനെ കണ്ടെത്തണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും ഒരാളെ മന്ത്രിയാക്കാനാണ് CPM തീരുമാനം. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ സാഹചര്യവും നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.